ഇനിയും നീ എന്റെ മുമ്പിൽ നിന്ന് നാടകം ആടരുത്. ആടിയാൽ എന്റെ കൺമുമ്പിൽ നിന്ന് നീ ജീവനോടെ പോകില്ല. എന്താടി ഇതൊക്കെ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്കുക. എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കൊച്ചാണെന്ന് പറഞ്ഞ് വളർത്തുക. ഇതിന്റെയൊക്കെ ചതിന്നല്ലാതെ പിന്നെ മറ്റെന്ത് വാക്കടി പറയുക? ജീവിതത്തിൽ നീ എന്നോട് കാണിച്ചിരിക്കുന്നത് മുഴുവൻ ചതിയും വഞ്ചനയുവാ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയടി, പറയാൻ പറ്റുമോന്ന്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതല്ല. ഒരാവേശത്തിന്റെ പുറത്ത് എഴുതി പോയതാ. എന്നോട് ക്ഷമിക്ക. നമുക്ക് നമ്മുടെ ജീവിതമല്ല രോഹിത്തെ വലുത്. സഹിച്ചും പുറത്തും ക്ഷമിച്ചുമല്ലേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവേണ്ട. ഒരു സ്വപ്നം പോലെ നമുക്കിതെല്ലാം മറക്കാം രോഹിത്തെ. ഇതിൽ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതുവരെ വല്ലവന്റെ കൊച്ചിന്റെ തന്തയാക്കരുന്നില്ല എന്നെ. വാടക തന്ത. രോഹിത്തെ, എന്നെ ഒന്നും മനസ്സിലാക്ക രോഹിത്തെ. ഞാൻ ചീത്തയായൊരു പെണ്ണല്ല രോഹിത്തിനെ ഞാൻ ചതിച്ചിട്ടുമില്ല. എന്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എന്റെ ഭർത്താവ് എന്ന സ്ഥാനം രോഹിത്തിന് മാത്രമുള്ളതാ. അതെന്റെ മരണം വരെ അങ്ങനെ തന്നെ ആകുകയും ചെയ്യും. മനസ്സുകൊണ്ട് ഞാൻ എന്റെ രോഹിത്തിനെ ചതിച്ചിട്ടില്ല, രോഹിത്തിനെ ചതിക്കുകയില്ല. എന്ത് ലാഘവത്തോടെ അടി ഇതൊക്കെ മറക്കാൻ പറയുന്നേ? സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും ഇങ്ങനെ ഒരു തീക്കളി കളിക്കുമോ? രോഹിത്തെ, ഞാൻ പപ്പിയുടെ അച്ഛൻ ശരിക്കും ആരടി? വിഷ്ണു അല്ലേ? അല്ലേ? പറയടി, വിഷ്ണു അല്ലേ പപ്പിയുടെ അച്ഛനെന്ന്? പപ്പിയെ സത്യം പ്രസവിച്ച ആരടി? പറയടി, ആരാന്ന്? ശാലിനി അല്ലേ? ശാലിനി അല്ലേന്ന്? ശാലിനി അല്ലേ പപ്പിയുടെ സത്യയുടെ അമ്മ? രണ്ടുപേരും ശാലിനിയുടെയും വിഷ്ണുടെയും മക്കളല്ലേ? എടി അല്ലേന്ന്? എന്തുമാത്രം കള്ളങ്ങളാടി നീയും നിന്റെ വീട്ടുകാരൻ ചേർന്ന് നടത്തിയിട്ടുള്ളത്? ഇതിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ സത്യമാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടത് നീ മാത്രമല്ല, നീയും നിന്റെ അമ്മയും നിന്റെ കുഞ്ഞേച്ചി എല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യണം. എന്നെ ചതിച്ച ചതിയിൽ നിങ്ങൾക്ക് കുടുംബത്തോടതിൽ പങ്കുണ്ട്. നിന്റെ കുഞ്ഞേച്ചി നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ അനിയത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ ദാനം ചെയ്ത പുണ്യവതി. അതുകൊണ്ട് അവളും നിന്റെ അമ്മയൊക്കെ അറിയണം നിന്നെ ഞാൻ കൊന്നുവെന്ന്. നിന്റെ ജീവൻ ഞാൻ എടുക്കാനുള്ള കാരണം അവരും കൂടിയാണെന്ന് അവര് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത്രയൊക്കെ എന്നെ ചതിച്ചിട്ട് ഇനി നീ ജീവിക്കണ്ട. വേണ്ട, നീയൊക്കെ മരിക്കുന്നതാടി നല്ലത്. അതും എന്റെ ഈ കൈ കൊണ്ടുള്ള മരണം.
രോഹിത്, രോഹിത്, വിട്. രോഹിത് മാറാ. ഈ കത്തെഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഇവിടുള്ള ആർക്ക് വേണമെങ്കിലും ഈ കത്ത് വായിക്കാം. പപ്പി പപ്പി എന്റെ മകളല്ല. വിഷ്ണുവേട്ടനിൽ എന്റെ കുഞ്ഞേച്ചിക്ക് പിറന്ന ഇരട്ട കുട്ടികൾ. അതാണ് സത്യയും പപ്പിയും. അവർക്ക് ഈ വിവരം അറിയില്ല. എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ സത്യമ്മയുടെയും രോഹിത്തിന്റെ മുൻപിൽ എനിക്ക് ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതെന്റെ ഗതികേടാ. പിന്നീട് ആ കള്ളം മറയ്ക്കാനായി ഇരട്ട കുട്ടികളെ പ്രസവിച്ച എന്റെ കുഞ്ഞേച്ചി ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നു. അതാണ് പപ്പി മോള്. ശ്യാമേ, ശ്യാമേ, സത്യം പപ്പേ എന്റെ മക്കളാ. പറ ശ്യാമേ, സത്യം പപ്പേ എന്റെ മക്കളാണോ? അതെ വിഷ്ണു ഏട്ടാ. വിഷ്ണുവേട്ടന്റെയും കുഞ്ഞേച്ചിയുടെയും മക്കള് നിങ്ങളുടെ മക്കള് തന്നെയാ സത്യം പപ്പി. വിഷ്ണുവേട്ട എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചൊരു തെറ്റ് മാത്രമേ എന്റെ കുഞ്ഞേച്ചി ചെയ്തിട്ടുള്ളൂ. നീ ശരിയല്ല. എന്റെ കുഞ്ഞേച്ചി ഇനിയെങ്കിലും വിഷ്ണുവേട്ടൻ വിശ്വസിക്കണം. നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ. പപ്പയും സത്യവും വിഷ്ണുവേട്ടന്റെ സ്വന്തം കുഞ്ഞുങ്ങളാ. മനസ്സു ശരീരം മറ്റൊരാൾക്ക് നൽകിയിട്ട്
വീണ്ടും എന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വരുന്ന നിന്നെ എന്റെ പേര് തടി വിളിക്കട്ടെ. എന്തിനാ നിങ്ങളെല്ലാരും കൂടി എന്നോട് പറഞ്ഞു വെച്ച? എന്നോടെങ്കിലും അവർക്ക് ഒരു സത്യം പറയാറുന്നില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്റെ ഒപ്പം ഉണ്ടായിട്ടും എനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? സ്വന്തം മക്കളെ ഒന്ന് ലാളിക്കിറങ്ങിലേക്ക് കഴിഞ്ഞോ? എടാ, ഇതിന് മാത്രം അനുഭവിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഒരച്ഛന്റെ വാത്സല്യം, ഒരച്ഛന്റെ സ്നേഹം, ഇതൊക്കെ എന്റെ മക്കൾക്ക് നഷ്ടപ്പെടുത്തിയത് നിങ്ങളെല്ലാരും കൂടി ചേർന്ന. നിങ്ങളാ ചതിക്കായിരുന്നില്ലേ? നിങ്ങളൊന്നും കൂടി ചേർന്ന് ചതിക്കായിരുന്നില്ലേ? ഈ പാവമൊക്കെ ഞാൻ എവിടെ കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തോടെ നിൽക്കുക. മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥ സമാധാനം കിട്ടും. വിഷ്ണുവേട്ടൻ എങ്ങോട്ടായി പോകുന്നത്? ദേവി ഇതിന്റെ പേരിൽ കുഞ്ഞേച്ചിയെ വഴക്കൊന്നും പറയല്ലേ. എന്റെ നന്മ മാത്രമേ എന്റെ കുഞ്ഞേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് അവൾ കുഴിച്ച് മറ്റെല്ലാവർക്കും നന്മയും സന്തോഷം ഉണ്ടാവാൻ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പം നടന്ന എല്ലാം വിധികളാ. കാര്യങ്ങൾ അറിയാതെ, സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാനവൾ ഒരുപാട് വേദനിപ്പിച്ചു. അവൾക്കല്ലാതെ നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാതില്ല. എനിക്ക് എന്റെ സത്യമോളും പപ്പമോളും കാണണം. എന്റെ മക്കളെ കാണണം. എന്റെ മക്കളാ. ഒരച്ഛൻ്റെ ലാളനോട് എനിക്ക് അവരൊന്ന് കെട്ടിപ്പിടിക്കുന്നവരോട് കെട്ടിപ്പിടിക്കണം. 6 വർഷത്തെ സ്നേഹം എനിക്ക് അവർക്ക് ഒത്തായിട്ട് നൽകണം. ഞാനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയല്ല. ജീവിതത്തിൽ ഒരു പുതു വെളിച്ചുണ്ടായ പോലെ, ഒരർത്ഥം ഉണ്ടായ പോലെ, എന്തൊക്കെ നേടിയത് പോലെ ഒരു തോന്നല്. എന്റെ മക്കളാ അവര്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണണം. എന്റെ വിഷ്ണുച്ച
വളർന്നിട്ടും ഈ അച്ഛനും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്റെ മോളെ. എന്താ വിഷ്ണുവച്ചാ, എന്താ വിഷ്ണുവച്ചാ, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ പറ്റി വിഷ്ണുവച്ചാ? എന്താ വിഷ്ണുവച്ചാ? എന്താ വിഷ്ണുവച്ചാ? അയ്യോ എന്താ വിഷ്ണുവച്ചാ? മോളെ, മോളെ എന്നോട് ക്ഷമിക്കണം. അച്ഛനൊന്നും അറിയില്ലായിരുന്നു. അച്ഛനോ? വിഷ്ണുവച്ചൻ മോളെ, വിഷ്ണുവച്ചൻ മോളെ. എന്താ വിഷ്ണുവച്ചാ? എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? വിഷ്ണുവച്ചൻ കരയാണോ? എന്താ വിഷ്ണുവച്ചാ? മോളെ കണ്ടപ്പോഴേ എന്റെ മോളാ, എന്റെ മോളാ, എന്റെ മോള്. എന്താ അമ്മ വിഷ്ണുവച്ചൻ ഇങ്ങനെ? സത്യ ഈ വീട്ടിലെ കുട്ടിയാ. സത്യമ്മയുടെ കൊച്ചുമോള്, ഒരേ രക്തം.
സ്ഥലം വരെ പോവാം. മോളെ ഒന്ന് കൊണ്ടുപോവാ. അപ്പോ കുഞ്ഞിന് ചായ കൊടുക്കണ്ടേ മോനെ? അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. മോളെ എന്നെ എടുക്കണ്ട വിഷ്ണു അച്ഛാ, ഞാൻ വലിയ കുട്ടിയായില്ലേ, നടന്നോളാം. എന്റെ മോളെ എത്ര വലുതായാലും അച്ഛന് ചെറിയ കുട്ടി തന്നെയാ.